Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും SK ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ 2-3 സ്റ്റോക്കുകൾ അനലൈസ് ചെയ്യാറുണ്ട്. കൂടാതെ നമ്മൾ എല്ലാ ദിവസത്തെയും ചെയ്യുന്ന പോലെ നിഫ്റ്റി അതുപോലെ സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ടുകൾ നമ്മൾ അനലൈസ് ചെയ്യാറുണ്ട്. മെയിനായിട്ട് നമ്മൾ ചാർട്ടുകൾ അനലൈസ് ചെയ്യുന്നത് നമ്മുടെ മാർക്കറ്റിൻ്റെ ഒരു സ്ട്രെങ്ത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് നമ്മൾ ചാർട്ടുകളോട്ട് മാത്രം പോവുകയാണെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടില്ല. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഇൻഡെക്സ് കൂടി മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ടുള്ള എൻട്രികൾ എടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ചാർട്ടുകൾ, അതായത് ഇൻഡെക്സുകൾ, സ്മോൾ ക്യാപ്പിൻ്റെ അതുപോലെ നിഫ്റ്റിയുടെ ഒക്കെ ചാർട്ടുകൾ നമ്മൾ പരിശോധിക്കുന്നത്. അത് നിങ്ങളും സ്വന്തമായിട്ട് തന്നെ അനലൈസ് ചെയ്യുമ്പോൾ ഇത് ചെയ്യേണ്ട ഒരു രീതിയാണ്. കാരണം നമ്മുടെ ഇൻഡെക്സിനേക്കാളും കൂടുതലായിട്ട് ഔട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകളായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു സ്ട്രെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടോട്ട് വരാം. നിഫ്റ്റി കഴിഞ്ഞ ദിവസം ഒരു 108 പോയിൻറ്റിൻ്റെ റാലി ആയിരുന്നു. 25,114 റേഞ്ചിലാണ് ഇപ്പോൾ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ സപ്പോർട്ട്, റെസിസ്റ്റൻസ് ഒക്കെ ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇനി നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ ആവശ്യമില്ല, കാരണം ഇത് ഓൾറെഡി ബ്രേക്ക് ഔട്ട് നടന്ന് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് ഇങ്ങനത്തെ ഒരു റെസിസ്റ്റൻസ് മേലോട്ട് ഈ റേഞ്ചിൽ നിന്ന് താഴത്തോട്ട് വന്ന് ഈ റേഞ്ചിലോട്ട് തന്നെ വന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് മേലോട്ട് പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു റെസിസ്റ്റൻസ് ഈ റേഞ്ചാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 25,000 നമുക്ക് ഈ ഒരു റേഞ്ച് മൊത്തമായിട്ട് എടുക്കാം. കാരണം 25,200 അതെ, അതുകൊണ്ട് ഈ ഒരു റേഞ്ചായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം ഈ റേഞ്ചിൽ നിന്ന് ചിലപ്പോൾ ഒരു റിവേഴ്സലൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 25,300, 25,150 ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നിഫ്റ്റിയുടെ അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റേഞ്ചാണ് 25,675 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. സപ്പോർട്ട് നമുക്ക് വരുന്നത് നമുക്കറിയാം, ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ സപ്പോർട്ടുകളും മേജർ സപ്പോർട്ട് വരുന്ന ഈ റേഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. 24,500, 24,400 റേഞ്ചായിരിക്കും മേജർ സപ്പോർട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ടിലോട്ട് പോവാം. സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം സ്മോൾ ക്യാപ്പാണ് ചെറിയൊരു പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്, 114 പോയിൻറ്റ്. അതുപോലെ ഇതിൽ നമ്മൾ റെസിസ്റ്റൻസും സപ്പോർട്ടൊക്കെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 18,000 എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഏകദേശം ആ റേഞ്ചിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സ്മോൾ ക്യാപ്പിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഒരു റേഞ്ചായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം ഇതിൻ്റെ ഒരു വിക്കാണ്, ഈ റേഞ്ച് വരെ പോയതാണ്. അപ്പോൾ നമുക്ക് ഒരു 18,100 റേഞ്ച് നമുക്ക് സ്മോൾ ക്യാപ്പിൽ അടുത്തൊരു റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് നോക്കാം. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിൽ നല്ലൊരു മൂവ്മെൻറ്റ് വരാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഒരു സ്മോൾ ക്യാപ്പ് ഇൻഡെക്സും കൂടി മൂവ് ചെയ്താലാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിലൊക്കെ ഒരു മൂവ്മെൻറ്റം ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് നമ്മൾ പറയാറുണ്ട് നമ്മുടെ നിഫ്റ്റി മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മുടെ പോർട്ട്ഫോളിയോ അനങ്ങുന്നില്ല എന്ന്. അതെന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് മൂവ് ചെയ്യാത്ത കാരണം കൊണ്ടാണ്. ആ ഒരു ഇൻഡെക്സിൽ അധികം ബൈയിങ് വരാത്ത കാരണം കൊണ്ടാണ്, സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിൽ ബൈയിങ് വരാത്തത് കൊണ്ടാണ് നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകൾക്ക് അധികം മൊമെൻറ്റം വരാത്തത്. അപ്പോൾ ഈ ഒരു സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ നല്ലൊരു മൂവ്മെൻറ്റ് വരുമ്പോൾ നമുക്ക് നോക്കിയറിയാം നമ്മുടെ സ്റ്റോക്കുകൾ നല്ല രീതിയിൽ മേലോട്ട് പോകുന്നത് കാണാൻ പറ്റും. ഈ ബ്രേക്കൗട്ടൊക്കെ നടന്ന് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് സ്മോൾ ക്യാപ്പും നിഫ്റ്റിയും ചാർട്ട് അനലൈസ് ചെയ്തതെന്ന് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തേക്ക് നോക്കാൻ പറ്റിയ 2-3 സ്റ്റോക്കുകൾ നോക്കാം. നാളത്തേക്കല്ല, അടുത്ത ആഴ്ച. കാരണം നമ്മൾ പറഞ്ഞ അപ്പോൾ തന്നെ എൻട്രി ട്രിഗർ ആവണമെന്നൊന്നുമില്ല. വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്, നമ്മളൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. നിങ്ങൾ എഡ്യൂക്കേഷൻ പർപ്പസിന് മാത്രമായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ ട്രേഡ് എടുക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ എൻട്രി അതുപോലെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ ഒരു സ്റ്റോക്ക് അശോക് ലൈലാൻഡ് ആണ്. ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടിലോട്ട് വന്നാൽ ഓക്കെ, ഇതിനൊരു ഡെയിലി ചാർട്ടാണ്. ഈ സ്റ്റോക്കിൻ്റെ ഒരു ഡെയിലി ചാർട്ടാണ്. ഇതിൽ നമുക്കറിയാം ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 2024 ഓഗസ്റ്റിൽ ഈ റേഞ്ചിലോട്ട് വന്നു. ഒരു ഓഗസ്റ്റ് ഏകദേശം ഇപ്പോൾ ഒരു 1 ഇയർ കഴിഞ്ഞിട്ടുള്ളൊരു ബ്രേക്ക് ഔട്ടാണ് ഈ ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ നടന്നത്. കാരണം ഈ റേഞ്ച് ബ്രേക്ക് ഔട്ട് നടന്നെങ്കിലും സ്റ്റോക്ക് താഴത്തോട്ട് വന്ന് വീണ്ടും ആ റേഞ്ചിൽ തന്നെ വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് നടന്ന് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഒരു ബ്രേക്ക് ഔട്ട് റേഞ്ച് റീടെസ്റ്റ് എടുത്ത പോലെയാണ് നമുക്ക് തോന്നുന്നത്, അല്ലേ? അപ്പോൾ നമുക്കിതിലേക്ക് ഒരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസിലൊക്കെ നമുക്കൊരു എൻട്രി നോക്കാവുന്നതാണ്. കാരണം ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു
മൂവ്മെൻറ്റ് കണ്ടത്. ഇവിടുന്ന് നല്ല രീതിയിൽ മേലോട്ട് പോയി, ഇവിടുന്ന് ഒരു ചെറിയൊരു പുൾ ബാക്ക് വന്ന് മേലോട്ട് പോയി, പിന്നെ വീണ്ടും ചെറിയൊരു ഈ റേഞ്ചിൽ നിന്ന് ഒരു പുൾ ബാക്ക് വന്നിട്ട് മേലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതേ റേഞ്ചിൽ തന്നെ എടുക്കുകയാണെന്ന് പറഞ്ഞാൽ നമുക്കൊരു നല്ലൊരു റിസ്ക് റിവാർഡ് കിട്ടും. നല്ല പോസിറ്റീവായിട്ട് ഓപ്പൺ ആകുമ്പോൾ മാത്രം എടുത്താൽ മതി. ഓക്കെ, ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഞാനിതിൽ മാർക്ക് ചെയ്യാം. റെഡായിട്ട് നമുക്കൊരു 130 റേഞ്ച് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. നമുക്കിപ്പോൾ ഇതേ റേഞ്ചിൽ തന്നെ എൻട്രി കിട്ടുകയാണെങ്കിൽ ഈ റേഞ്ചിൽ നിന്ന് ഒരു 134 റേഞ്ച് എൻട്രി കിട്ടണം. നമുക്ക് ഇതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ നമുക്ക് ഉണ്ട്. ഈ റേഞ്ച് നമുക്ക് ടാർഗറ്റ് വയ്ക്കാം. ടാർഗറ്റ് നമുക്കൊരു ഗ്രീനിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ലൊരു റിസ്ക് റിവാർഡ് കിട്ടുന്നുണ്ട്. ഒരു 138 140 റേഞ്ചൊക്കെ നമുക്ക് ടാർഗറ്റായിട്ടും 130 റേഞ്ച് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ആയിട്ടും നോക്കാവുന്നതാണ്. അശോക് ലേലാൻഡിൽ പൊതുവെ ഇപ്പോൾ ഓട്ടോ സെക്ടറിലെ സ്റ്റോക്കുകളിലൊക്കെ ഒരു മൂവ്മെൻറ്റം കാണുന്നുണ്ട്. അതുപോലെ IT ഇപ്പം ഒരുവിധം സെക്ടറുകളൊക്കെ പിക്കപ്പ് ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് നല്ല രീതിയിൽ എല്ലാ സ്റ്റോക്കുകളും എല്ലാ സെക്ടറും മൂവ് ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. നമുക്കിതൊരു ഫസ്റ്റ് ടാർഗറ്റായിട്ട് വയ്ക്കാം. വീണ്ടും ഈ ഒരു സ്റ്റോക്കിലേക്ക് നമുക്ക് ട്രയൽ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തിട്ട് മേലോട്ട് സ്റ്റോക്ക് നമുക്ക് മാക്സിമം എടുക്കാവുന്നതാണ് അതിൻ്റെ പ്രോഫിറ്റ്. ഓക്കെ, ഈ ഒരു സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. രണ്ടാമത്തെ ഒരു സ്റ്റോക്ക് നോക്കാം. രണ്ടാമത്തെ സ്റ്റോക്ക് ആധാർ ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം ഒരു 1% മുകളിൽ ഒരു മൂവ്മെൻറ്റ് തന്നു. ഈ ഒരു സ്റ്റോക്കിൻ്റെയും അതുപോലെ തന്നെ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ടാണ് 2024 സെപ്റ്റംബറിൽ വന്നതാണ്. ഏകദേശം ഈ ഒരു സ്റ്റോക്കും ഒരു 1 ഇയറിന് ശേഷം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ റേഞ്ചിൽ നിന്നൊരു ബ്രേക്ക് ഔട്ട് നടന്നു. പക്ഷെ ഇവിടെ നല്ലൊരു വോളിയം കണ്ടു, ഒരു സെല്ലിംഗ് പ്രഷർ, നല്ല വോളിയം വന്നു. വീണ്ടും സ്റ്റോക്ക് നല്ല രീതിയിലധികം താഴത്തോട്ട് പോകാണ്ട് തന്നെ ഇവിടെ തന്നെ പതുക്കെ ഒരു കൺസോളിഡേഷൻ നടക്കുകയാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഈ ഒരു ഹൈയിൽ നിന്നിട്ട് ഏകദേശം നമുക്ക് ഈ റേഞ്ച് വരാം. എല്ലാ ഹൈയും മാർക്ക് ചെയ്തിട്ടൊരു ട്രെൻഡ് ലൈൻ നമുക്ക് വരയ്ക്കാം. അത് ഞാൻ ഇത് റിമൂവ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഏകദേശം നല്ലൊരു ഒരു ട്രെൻഡ് ലൈൻ പാറ്റേൺ നമുക്കിവിടെ കിട്ടി ഇല്ലേ. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനിനെ ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോകുമ്പോൾ നമുക്കിതിലേക്കൊരു എൻട്രി കൺസിഡർ ചെയ്യാവുന്നതാണ്. സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്ക് കണ്ട ഈ ഒരു സ്റ്റോക്ക് ഉണ്ട്, ഇതിൻ്റെ ഈ താഴെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഈ ഒരു റെഡ് കാൻഡലിൻ്റെ താഴെ ഞാനൊരു റെഡായിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു സ്റ്റോക്കിൻ്റെ ഈ റേഞ്ച് നമുക്കൊരു സ്റ്റോപ്പ് ലോസും ടാർഗറ്റായിട്ട് നമുക്ക് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. ഈ എൻട്രി ബ്രേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം എൻട്രി കൺസിഡർ ചെയ്താൽ മതി. നമുക്കൊരു 560 ഒക്കെ നമുക്ക് ടാർഗറ്റ് ഇതിലേക്ക് വയ്ക്കാവുന്നതാണ്. കാരണം ഒരു 1 ഇയർ റേഞ്ച് ബ്രേക്ക് ഔട്ടാണ്. അപ്പോൾ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഞാനിതൊരു ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്യാം. നമുക്ക് എൻട്രി വരുന്നത് അത് ഈ റേഞ്ചിലാണ്. ഓക്കെ, ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഞാനൊരു ബ്ലാക്ക് കളറിൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ഒരു ഏകദേശം ഒരു 1:1.5 നമുക്ക് റിസ്ക് റിവാർഡ് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് നോക്കാവുന്നതാണ്. ഒരു ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, ഞാൻ പറഞ്ഞല്ലോ എഡ്യൂക്കേഷൻ പർപ്പസിലാണ്. കാരണം ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ ഒരു സ്റ്റോക്ക്. മൂന്നാമത്തെ ഒരു സ്റ്റോക്ക് SPML ഇൻഫ്ര ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം ഒരു 6% ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ 6 അല്ല അല്ലേ, നോക്കട്ടെ ഒരു മിനിറ്റ്, സോറി 2% ഒരു മൂവ്മെൻറ്റ് കേട്ടോ. ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ചാർട്ടാണ്. നമുക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു വീക്ക്ലി ചാർട്ടിലോട്ട് മാറ്റാം. വീക്ക്ലി ചാർട്ടിലോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരുപാട് നാളത്തെ ഒരു ബ്രേക്ക് ഔട്ടാണ് അല്ലേ. 2010 ശേഷം ഇപ്പോൾ 2025 5 വർഷത്തിന് ശേഷമുള്ളൊരു ബ്രേക്ക് ഔട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ബ്രേക്ക് ഔട്ടുകളിൽ നമുക്ക് അങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് ഈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വീക്കിലി ക്യാൻഡിൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ റേഞ്ചിലെത്തുമ്പോൾ നല്ല രീതിയിലുള്ളൊരു വോളിയൊക്കെ കയറി വരുന്നുണ്ട്. ബ്രേക്ക് ഔട്ട് നടന്നിട്ടില്ല. ബ്രേക്ക് ഔട്ട് നടക്കുമ്പോൾ മാത്രം നമുക്ക് എൻട്രി എടുക്കാം. ഇങ്ങനെയുള്ള സ്റ്റോക്ക് നമ്മൾ ഒരിക്കലും ഒരു ഷോർട്ട് ടൈം ആയിട്ട് നമ്മൾ എടുക്കരുത്. കാരണം ഇതിൻ്റെ ടാർഗറ്റ് നമുക്ക് കുറച്ച് വലിയ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കുറച്ച് വലിയ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും. ഇതിൻ്റെ ലാസ്റ്റ് സ്വിങ് ഹൈ നമുക്ക് വീക്കിലി ക്യാൻഡിലാണ്. വീക്കിലി ക്യാൻഡിൽ വയ്ക്കുമ്പോൾ 256 റേഞ്ചാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇതിലേക്ക് വരുന്നത്. കാരണം നമ്മൾ ഇങ്ങനത്തെ സ്റ്റോക്കുകൾ നമ്മൾ വീക്കിലി ചാർട്ടുകളിൽ മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകൾ അങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ അതുപോലെ നമുക്ക് ഇതിൻ്റെ ടാർഗറ്റ് നമുക്ക് ഇതിലേക്ക് ഒരു വലിയ ടാർഗറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഏകദേശം ഈ റേഞ്ചൊക്കെ നമുക്ക് 430 നമുക്ക് ഇതിലേക്ക് ഒരു ടാർഗറ്റ് നമുക്ക് നോക്കാവുന്നതാണ്. നമ്മുടെ എൻട്രി എന്ന് പറഞ്ഞ പോലെ ബ്ലാക്കിൽ മാർക്ക് ചെയ്യാം. ഒരു 308 എബോ ഒക്കെ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതിലേക്ക് എൻട്രി എടുക്കാം. 256 സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റായിട്ട് 431. അപ്പോൾ നമുക്ക് നല്ലൊരു റിസ്ക് റിവാർഡ് കിട്ടുന്നുണ്ട്. ഈ ഒരു എൻട്രി നമുക്ക് ബ്രേക്ക് ഔട്ട് നടക്കുമ്പോൾ തന്നെ എൻട്രി എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ നമുക്കൊരു ഡെയിലി ചാർട്ടിലോട്ട് മാറ്റാം. കണ്ടോ, ഡെയിലി ചാർട്ട് വന്നു കഴിഞ്ഞാൽ ഒരു മൾട്ടിപ്പിൾ ടൈംസ് ഈ റേഞ്ചിൽ നമുക്ക് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. കേട്ടോ, ഇവിടുന്ന് ഒരു പ്രാവശ്യം എടുത്തിട്ടുണ്ട്, വീണ്ടും ഇവിടെ വന്നു 2, പിന്നെ 3,
പിന്നെയും താഴത്തോട്ട് വരുന്നുണ്ട്. ചിലപ്പോൾ ഇവിടെ നിന്നും ഒന്നുകൂടി സപ്പോർട്ട് എടുത്തിട്ട് മേലോട്ട് പോവുകയാണെങ്കിൽ ആ ഒരു പവർഫുൾ ആയിട്ടുള്ള റാലി ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു 3 സ്റ്റോക്കുകൾ നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. അതുപോലെ നമ്മൾ വീണ്ടും പറയുകയാണ്, എഡ്യൂക്കേഷൻ പർപ്പസിനാണ് വീഡിയോസ്. കാരണം നമ്മുടെ പണ്ടുള്ള വീഡിയോ ഞാൻ ഇതുപോലെ ചെയ്തിട്ടാണ് അത് പ്രശ്നമായത്. കാരണം നമ്മൾ എഡ്യൂക്കേഷൻ പർപ്പസിനാണെന്ന് പറയുന്നുണ്ടായിരുന്നില്ല. നമ്മളൊരു ആവേശത്തിന് അങ്ങോട്ട് ഒരുപാട് വീഡിയോസ് അങ്ങോട്ട് ചെയ്യും, നല്ല റീച്ച് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരും പഴയ ചാനലത്തെ ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്കറിയാം അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ടും എഡ്യൂക്കേഷൻ പർപ്പസിനാണെന്ന് കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഒരു ടെലിഗ്രാം ചാനലുണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്ത് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം. എന്നാൽ നിങ്ങൾക്കൊരു പ്രൈസ് ആക്ഷനും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കെ ഈസി ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഫാസ്റ്റ് ഇട്ടിട്ട് കാണാം. നമുക്കിപ്പോൾ അതിനുള്ള ഓപ്ഷൻ ഇപ്പോൾ യൂട്യൂബിലുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഫാസ്റ്റ് ആക്കിയിട്ട് വീഡിയോസ് കാണാവുന്നതാണ്. കാരണം ഞാൻ പറയുന്നത് കുറച്ച് ലോ ആയിരിക്കും. അപ്പോൾ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്കും ജോയിൻ ചെയ്യുക. കാരണം നമ്മൾ ലൈവ് മാർക്കറ്റിലൊക്കെ ചിലപ്പോൾ നല്ല നല്ല ചാർട്ടുകൾ നമുക്ക് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചാർട്ടുകളൊക്കെ ഞാൻ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എൻട്രി എടുക്കാനൊക്കെ കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. അതിലേക്ക് പേപ്പർ ട്രേഡ് പഠിക്കാനും നല്ല നല്ല ചാർട്ടുകളൊക്കെ കിട്ടുന്നത് നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ചാർട്ടുകൾ ഞാൻ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക്